പാലക്കാട്ടെ കഞ്ചിക്കോട് എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന 24 ഏക്കർ സ്ഥലം ഒരു വ്യവസായ സംരംഭം തുടങ്ങുന്നതിനായി 2022 5 പേരിൽ നിന്നായി ഒരു കമ്പനി സ്ഥലം വാങ്ങുന്നു. വാങ്ങുമ്പോൾ എന്താണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതെന്ന പ്രാദേശിക കോൺഗ്രസ് നേതാവ് കൂടിയായ ബ്രോക്കറുടെ ചോദ്യത്തിന് അതിപ്പോൾ തീരുമാനിച്ചിട്ടില്ലെന്നും തീരുമാനിച്ചിട്ട് അറിയിക്കാമെന്നും മറുപടി. വർഷം 2025 ജനുവരി 15. 2 വർഷത്തിനിപ്പുറം കഞ്ചിക്കോട് ഈ 24 ഏക്കർ സ്ഥലത്ത് ബ്രൂവറി യൂണിറ്റ് തുടങ്ങാൻ മന്ത്രിസഭാ യോഗത്തിൽ അനുമതി ലഭിക്കുന്നു. മദ്യനിർമ്മാണത്തിനായി ഒയാസിസ് കമേഴ്ഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് അനുമതി ലഭിച്ചതോടെ വിവാദങ്ങളും ചോദ്യങ്ങളും പ്രതിഷേധങ്ങളും നുരഞ്ഞു പൊന്തുകയാണ്. സംസ്ഥാനത്ത് തുടങ്ങാനിരിക്കുന്ന ബ്രൂവറി യൂണിറ്റിൽ എന്തെല്ലാമാണ് നിർമ്മിക്കുന്നത്? എന്തുകൊണ്ട് വിവാദ കമ്പനിയായ ഒയാസിസിന് തന്നെ ബ്രൂവറി തുടങ്ങാൻ അനുമതി ലഭിച്ചു? അനുമതി നൽകിയതിൽ അഴിമതിയുണ്ടോ? പാരിസ്ഥിതിക പഠനം നടന്നിട്ടുണ്ടോ? ഡൽഹി മദ്യനയ കേസുമായി ഇതിനെന്താണ് ബന്ധം? ഇങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് സർക്കാരിന് മുന്നിൽ വെക്കുന്നത്. മധ്യപ്രദേശിലെ പ്രമുഖ മദ്യനിർമ്മാണ കമ്പനിയായ ഒയാസിസ് കമേഴ്ഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിനാണ് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യ ബോട്ട്ലിംഗ് യൂണിറ്റ്, മാൾട്ട് സ്പിരിറ്റ് പ്ലാന്റ്, ബ്രാൻഡി ഓർ വൈനറി പ്ലാന്റ് എന്നിവയ്ക്കായുള്ള പ്രാരംഭാനുമതി നൽകിയിരിക്കുന്നത്. വിദേശ മദ്യവും ബിയറും പരമാവധി സംസ്ഥാനത്തിനുള്ളിൽ നിന്ന് തന്നെ നിർമ്മിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കുമെന്ന് പുതുക്കിയ 2023-24 വർഷത്തെ അബ്കാരി നയത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ ചൂട് പിടിച്ചുകൊണ്ടാണ് സർക്കാർ ബ്രൂവറിക്ക് അനുമതി നൽകിയിരിക്കുന്നത്. ശനിയാഴ്ച ഇത് സംബന്ധിച്ച് പ്രാരംഭാനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവും പുറത്തുവന്നു. ഉത്തരവ് പ്രകാരം 600 കോടി മുതൽ മുടക്കിൽ 500 കിലോലിറ്റർ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയുള്ള എഥനോൾ പ്ലാന്റ്, മൾട്ടി ഫീഡ് ഡിസ്റ്റിലേഷൻ യൂണിറ്റ്, ബ്രാൻഡി ഓർ വൈനറി പ്ലാന്റ് എന്നിവയുൾപ്പെട്ട സംയോജിത യൂണിറ്റ് സ്ഥാപിക്കുന്നതിനുള്ള അനുമതിയാണ് ഒയാസിസ് എന്ന കമ്പനിക്ക് നൽകിയിരിക്കുന്നത്. 4 ഘട്ടമായാണ് പദ്ധതി നടപ്പിലാക്കുക. ആദ്യഘട്ടം ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യ ബോട്ട്ലിംഗ് യൂണിറ്റ് ആണ്. 2ാം ഘട്ടം എഥനോൾ നിർമ്മാണ യൂണിറ്റ്, 3ാം ഘട്ടമായി മാൾട്ട് സ്പിരിറ്റ് ഓർ ബ്രാൻഡി ഓർ വൈനറി പ്ലാന്റ്, 4ാം ഘട്ടമായി ബ്രൂവറി എന്നിങ്ങനെയാണ് ഈ ഘട്ടങ്ങൾ. ബ്രൂവറിക്ക് അനുമതി നൽകിയതിലൂടെ ഒരു വലിയ അഴിമതിക്ക് കളമൊരുങ്ങുകയാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. എന്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബ്രൂവറിക്ക് അനുമതി നൽകിയത്? ടെൻഡർ എങ്ങനെ നൽകിയെന്നും പാരിസ്ഥിതിക പഠനം നടത്തിയിട്ടുണ്ടോ എന്നും പ്രതിപക്ഷം ചോദ്യം ഉന്നയിക്കുന്നു. എന്നാൽ ആശങ്കകൾ അസ്ഥാനത്താണെന്നാണ് എക്സൈസ് മന്ത്രിയുടെ വാദം. ഒയാസിസ് പരിചയ സമ്പത്തുള്ള കമ്പനിയാണെന്നും കേന്ദ്ര സർക്കാർ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കമ്പനി ആയതുകൊണ്ട് തന്നെ ടെൻഡർ വിളിക്കേണ്ട കാര്യമില്ലായിരുന്നുവെന്നും എല്ലാം നിയമാനുസൃതമായി മാത്രമാണ് ചെയ്തതെന്നും MP രാജേഷ് പറയുന്നു. അപ്പോഴാണ് ഒയാസിസുമായി ബന്ധപ്പെട്ട മറ്റൊരു വിവാദം പ്രതിപക്ഷ നേതാവ് തന്നെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ശരിയാണ്, ഒയാസിസിന് പരിചയ സമ്പത്തുണ്ട്. രാജ്യത്ത് മറ്റിടങ്ങളിലും ഡിസ്റ്റിലറികളുണ്ട്. എന്നാൽ പഞ്ചാബിൽ 4 കിലോമീറ്റർ വരുന്ന പ്രദേശം മലിനമാക്കിയെന്ന് കാണിച്ച് കമ്പനിക്കെതിരെ പഞ്ചാബ് മലിനീകരണ നിയന്ത്രണ ബോർഡ് കേസെടുത്തിട്ടുണ്ട്. മാത്രവുമല്ല, കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ട് കമ്പനി ഉടമ ഗൗതം മൽഹോത്രയെ മുൻപ് അറസ്റ്റ് ചെയ്തിരുന്നുവെന്നും VD സതീശൻ ചൂണ്ടിക്കാട്ടുന്നു. പ്ലാച്ചിമടയിൽ കൊക്കക്കോള കമ്പനി വന്നപ്പോൾ ജനകീയ സമരത്തിലൂടെ അത് പൂട്ടിച്ച നാട്ടിലാണ് വലിയ മദ്യനിർമ്മാണ യൂണിറ്റ് വരുന്നത്. പ്ലാച്ചിമടയോട് ചേർന്നുകൊണ്ടുള്ള പ്രദേശത്ത് ഒരു മദ്യനിർമ്മാണ കമ്പനി തുടങ്ങാനുള്ള പ്രാരംഭ പദ്ധതികൾ ആരംഭിക്കുമ്പോൾ മലിനീകരണം, കുടിവെള്ള പ്രശ്നം പോലുള്ള പ്രതിസന്ധികളെ എങ്ങനെ മറികടക്കാനാകുമെന്നും പറയേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ഉഷ്ണമേഖല പ്രദേശമായ കുടിവെള്ള പ്രശ്നം പൊതുപ്രശ്നമായ നാട്ടിലാണ് വലിയ തോതിൽ വെള്ളം ആവശ്യമായി വരുന്ന കമ്പനിക്ക് അനുമതി ലഭിക്കുന്നത്. ഭൂഗർഭജലം അടക്കം വറ്റിക്കുന്ന തരത്തിലേക്ക് ഇത് നീങ്ങുമെന്ന ആശങ്കയുമുണ്ട്. എന്നാൽ ഇത്തരം ആശങ്കകൾ വേണ്ടെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. ഒയാസിസിന് അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവിൽ പറയുന്നത് പ്രകാരം കമ്പനിക്ക് ആവശ്യമായ ജലം നൽകുന്നതിന് വാട്ടർ അതോറിറ്റി അനുമതി നൽകിയിട്ടുണ്ട്. നിലവിലെ നിയമപ്രകാരം റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് നടത്തി മഴവെള്ളം സംഭരിക്കാനുള്ള പദ്ധതിയും ഉൾപ്പെടുത്തിയിട്ടുള്ളതിനാൽ ജലചൂഷണം ഒഴിവാക്കാനാകുമെന്നാണ് അനുമാനം. മാലിന്യങ്ങൾ കുറയ്ക്കുന്ന സീറോ ഡിസ്ചാർജ് ടെക്നോളജി ഉപയോഗിച്ചായിരിക്കും കമ്പനി പ്രവർത്തിക്കുകയെന്നും സർക്കാർ അവകാശപ്പെടുന്നുണ്ട്. കാർഷിക വിളകൾ കൂടുതലായി ആവശ്യം വരുന്നതിനാൽ കർഷകരെയും തൊഴിലാളികളെയും സഹായിക്കുന്ന തരത്തിലാകും കമ്പനിയുടെ പ്രവർത്തനമെന്നും പറയുന്നു. എന്നാൽ LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായാണോ ബ്രൂവറിക്ക് അനുമതി നൽകുന്നത്? അല്ല. 2018 സമാനമായി ബ്രൂവറിക്ക് സർക്കാർ അനുമതി നൽകിയെങ്കിലും വിവാദങ്ങളെ തുടർന്ന് നടപടി റദ്ദാക്കുകയായിരുന്നു. 1999 EK നായനാർ മുഖ്യമന്ത്രിയായിരിക്കെ സംസ്ഥാനത്ത് പുതിയ മദ്യനിർമ്മാണ കമ്പനികൾക്ക് അനുമതി നൽകേണ്ടതില്ലെന്ന ബ്രൂവറി ഡിസ്റ്റിലറി ആക്ട് പാസാക്കിയിരുന്നു. 2008 പുതിയ മദ്യനിർമ്മാണ കമ്പനികൾക്കായുള്ള അപേക്ഷകൾ വന്നപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രിയായ VS അച്യുതാനന്ദനും സമാനമായ നിലപാട് തന്നെ എടുത്തു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ LDF സർക്കാർ തന്നെ വീണ്ടും മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിക്കൊണ്ടുള്ള നടപടിയുണ്ടായത്. ഉത്തരവിൽ ആവശ്യപ്പെടുന്ന പ്രകാരം നിയമാനുസൃതമായല്ല കമ്പനിയുടെ പ്രവർത്തനങ്ങളെങ്കിൽ അതൊരു നാടിനെ സർക്കാർ തന്നെ വലിയ ദുരന്തത്തിലേക്ക് തള്ളിവിടുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കും.